ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യദിനമാണ്, 78ാമത്തെ സ്വാതന്ത്ര്യദിനമാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം വരെ ബസാറിൽ ഏട്ടൻ്റെ അവിടെയുള്ള അംഗനവാടിയിലാണ് കേട്ടോ ആഘോഷിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ പോകുമ്പോഴേക്ക് ഉയർത്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവലുണ്ട്. അപ്പം പായസം കുടിക്കാനായിട്ടായിരുന്നു പോവൽ. ഇത്തവണ ഞങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് ലച്ചുമോളെ എണീപ്പിക്കാൻ നോക്കി, പക്ഷേ ഒന്നും നടന്നില്ല ഗൈസ്. എൻ്റെ മുഖത്തൊരു കുരു ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ദിവസം ഫേസിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓരോന്ന് അപ്ലൈ ചെയ്ത സമയത്ത് വന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്തായാലും കുളിച്ച് മാറ്റി ഈ ഡ്രസ്സാണ് എടുത്തിട്ടത്, പക്ഷേ ഇത് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുളിച്ച് മാറ്റിയതിന് ശേഷം നമ്മളെ മുറ്റം കാണിച്ചു തരാം കേട്ടോ. ഇതെന്താണ് ഈ കാട്ടി കൂട്ടണമെന്ന് അറിയില്ല, ഫുൾ ഇങ്ങനെ മാന്തി വെച്ചതാണ് കേട്ടോ. പെരിച്ചാഴി എല്ലാം തോന്നുന്നു, കാരണം ഇങ്ങനെ പെരിച്ചാഴി സാധാരണ കുഴിച്ച് വെക്കലില്ല. മുള്ളമ്പന്നീനെ ഞങ്ങൾ ഒരു 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതാണോ ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ കുളിച്ചതിന് ശേഷമാണ് അടിച്ച് വരാൻ പോകുന്നത്. അത് കാരണം എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യലില്ല. ഇന്നിപ്പോൾ അങ്ങനെ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ മുടി ഉണങ്ങാനുള്ളത് കൊണ്ടാണ് കേട്ടോ. കാരണം ഞാൻ ലേറ്റ് ആയിപ്പോയി എനിക്ക്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ എണീറ്റ് കുളിക്കും, എന്നിട്ട് എന്താ പറയുക പോകാനാകുമ്പോഴേക്കും ഉണങ്ങി കിട്ടും. ഇത് എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ലേറ്റായി, എനിക്ക് വയ്യായിരുന്നു, ചുമയുണ്ട്, ചെറുതായിട്ട് പനിയുണ്ട്. അപ്പോൾ രാവിലെ നേരത്തെ കുളിക്കേണ്ടെന്ന് വിചാരിച്ച് 9 മണിയാകുമ്പോഴേക്കും നമുക്ക് അവിടെ എത്തണം. അപ്പോൾ അതിന് മുന്നേ എല്ലാം കഴിയണ്ടേ, അതുകൊണ്ടാണ്. അപ്പം നേരത്തെ കുളിച്ച് കഴിഞ്ഞാൽ, അതായത് എണീറ്റ സമയം ലേറ്റാണ്. അപ്പോൾ ആ സമയത്ത് കുളിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ മുടിയിൽ വെള്ളം കൊണ്ട് ഞാൻ പോവേണ്ടി വരും. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഈ നനഞ്ഞ മുടിയും കൊണ്ടോ അല്ലെങ്കിൽ ഈ വെളിച്ചെണ്ണ ഒലിക്കുന്ന മുടിയും കൊണ്ടൊന്നും ഞാൻ പോവലില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ പാറിപ്പിച്ചിട്ടേ ഞാൻ പോവാറുള്ളൂ. അപ്പോൾ അടിച്ചൊക്കെ വാരി കഴിഞ്ഞിട്ട്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം കുളിച്ച് അതിന് ശേഷം ഓരോരോ പണികൾ ചെയ്യുമ്പോൾ മുടി അവിടെ കിടന്ന് ഉണങ്ങിക്കോളും. നമ്മളെ കയ്യിൽ ഡ്രയർ ഒന്നും ഇല്ല കേട്ടോ, സാധാ ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ടാണ് മുടി ഉണക്കൽ. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ലച്ചുനെ കുളിപ്പിച്ച് ഫുഡ് കൊടുത്തോണ്ട് നിൽക്കുകയാണ്. ഇഡ്ഡലിയും കറിയാണ് കേട്ടോ. കറിയിൽ ഒരിത്തിരി എരിവുണ്ട്, ചെറിയ എരിവുള്ളൂ. ചില സമയത്ത് എരിവ് നന്നായിട്ട് കൂട്ടും, ചില സമയത്ത് തീരെ കൂട്ടൂല കേട്ടോ. അതാണ് അവളുടെ ഒരു മൈൻഡ് പോലെ ഇരിക്കും കൂട്ടണോ വേണ്ടോ എന്നുള്ളത്. അപ്പോൾ അവൾ തുപ്പി ഞാൻ ഈ കറി ഉള്ളത് കൊടുത്തപ്പോൾ, അല്ലാതെ തന്നെ ഒരു 3-4 കഷ്ണം നേരത്തെ കഴിച്ച് ശീലമില്ലാത്തത് കൊണ്ട് 3-4 കഷ്ണം കഴിച്ചിട്ടേ ഉള്ളൂ. മോളുടെ കാര്യത്തിൽ 2 കാര്യങ്ങളാണ് എനിക്ക് ഭയങ്കര ടാസ്ക് ആയിട്ട് തോന്നല്. ഒന്ന് ഇതേ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളത്, പിന്നെ ഒന്ന് ഉറക്കുക എന്നുള്ളതാണ് കേട്ടോ. രാത്രി ഉറങ്ങിയില്ല എത്ര കളിച്ചാലും. അതേപോലെ തന്നെ ഡ്രസ്സ് ഇടുമ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള ഇടണം, അല്ലെങ്കിൽ അവൾ ഒരുമാതിരി കളി കളിക്കും. ഫുഡൊക്കെ ആവശ്യത്തിനുള്ളത് അവൾ തന്നെ കഴിച്ചോളും, അതൊന്നും പ്രശ്നമില്ല. ഉടുപ്പിടാനൊന്നും കുഴപ്പമില്ല, കാരണം അവൾ പ്രിൻസസിനെ പോലെയാണെന്നാണ് പറയുക ഉടുപ്പിട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ. പക്ഷെ മുടി കെട്ടിയത് ഒട്ടും ഇഷ്ടമായിട്ടില്ല, ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അതിൻ്റെ ഒരു മുഖം ചുളിക്കലൊക്കെയാണ് കേട്ടോ കാണുന്നത്. അപ്പം ഞാനും ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഡ്രസ്സ് മാറ്റാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ഡ്രസ്സ് ഞാൻ ആദ്യം ഇട്ട ഡ്രസ്സില്ല, അതിൻ്റെ നെക്ക് കുറച്ച് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഹസ്ബൻഡിന് അത് തീരെ ഒരു ലൈക്കില്ല, താല്പര്യമില്ല അത് ഇടുന്നതിനോട്. അപ്പോൾ എന്നോട് അയക്കുക എൻ്റെ കൂടെ അതിട്ട് വരണ്ടെന്ന് തന്നെ. അപ്പം നമ്മളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ പോകുന്നതാണ് നല്ലത്, എന്തുകൊണ്ടും നല്ലത് നമുക്ക് ഫാമിലിക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനത് അയച്ചില്ലെങ്കിൽ അഴിച്ച് മാറ്റലൊന്നുമില്ല. അപ്പോൾ രാവിലെ തന്നെ വെറുതെ ഒരു വഴക്കിടണ്ടെന്ന് വിചാരിച്ചിട്ട് അഴിച്ച് വേറെ ഇട്ടതാണ്. അത് സത്യമാണ്, നല്ല ഇറങ്ങിയിട്ടാണ്. മോളൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരൊറ്റ പോക്കാ താഴോട്ട് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഇട്ടിട്ടുണ്ടെങ്കിൽ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഡ്രസ്സ്. അപ്പോൾ ഞങ്ങളിതേ പോവാൻ നിൽക്കുകയാണ്. നമ്മൾ ഇറങ്ങി 8:50 ആയപ്പോഴാട്ടോ ഇറങ്ങിയത്. മുഖത്ത് അവൾക്ക് വരച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ, ഫ്ലാഗിൻ്റെ ഒരു ഇതൊക്കെ വരച്ച് കൊടുത്ത്, പെയിൻറ്റ് വെച്ചിട്ട്, പെയിൻ്റ് അല്ല വാട്ടർ കളറില്ലേ അത് വെച്ചിട്ട് വരച്ചൊക്കെ കൊടുത്തു. പക്ഷെ അത് കാണുന്നില്ല, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അംഗനവാടി ലച്ചുമോൾ 5 ദിവസമായിട്ടാണ് അംഗനവാടിയിൽ ആകെ പോയിട്ടുള്ളൂ. 5 ദിവസം പോയിട്ടുണ്ടോ എന്ന് അറിയില്ല, കാരണം അതിൻ്റെ പണി നടക്കുകയാണ്. അപ്പോഴാണ് പണീൻ്റെ ഇതൊക്കെ പാസ്സായത്. അപ്പോൾ പണിയൊക്കെ നടക്കുകയാണ് ഇപ്പോഴും. അപ്പം ഇനിയിപ്പോൾ രണ്ടാമത് കൊണ്ടുപോകുമ്പം കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിരിക്കും. ഇന്ന് തന്നെ ഭയങ്കര കരച്ചിലൊക്കെ അംഗനവാടിയിലേക്കാണെന്ന് മനസ്സിലായപ്പെട്ടോ. അപ്പോൾ അതേ ഫ്ലാഗൊക്കെ സെറ്റാക്കുകയാണ് അവർ. മനോജേട്ടനാണ് കേട്ടോ, നമ്മളെ ഫാമിലിയിൽ ഞങ്ങൾക്ക് ഭയങ്കര വേണ്ടപ്പെട്ട ഒരാളാണ്. നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്താണ്. മനോജേട്ടൻ മാത്രമല്ല, അവർ 3 കേട്ടോ. സാറ് മാഷ പിന്നെ എനിക്ക് വലിയ പരിചയമില്ല. അപ്പോൾ ഇതേ കുട്ടികളൊക്കെ 2-3 കുട്ടികളെ വന്നിട്ടുള്ളൂ, എല്ലാവരും ഒന്നും എത്തിയിട്ടില്ല. നാളിൽ ദൂരമുയരട്ടെ ഭാരതാംബ ദേവിയുടെ നമ്മൾ മുറ്റ നൂലു കൊണ്ടും നമ്മൾ നേതാവസ്ത്രം കൊണ്ടും നിർമ്മിതമീയാനീതിക്ക് സന്ധ്യഭരണം കെട്ടി ലോകബന്ധു കേട്ടിക്കിട്ട് മാർഗം കാക്കട്ടെ. അപ്പോൾ ഇതേ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി മിഠായി കഴിക്കണം. 3-4 മിഠായി ആരൊക്കെ സ്പോൺസർ ചെയ്ത് കൊണ്ടുപോയി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. ലച്ചുമോളൊക്കെ ഹാപ്പിയാണ്, ചോക്ലേറ്റ് ഒക്കെ കുറേ കിട്ടിയല്ലോ. അപ്പോൾ ഇതേ അംഗനവാടിയിലല്ല, അടുത്ത വീട്ടിലാണ് കേട്ടോ. അടുത്ത വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ പായസം കുടിക്കാൻ വേണ്ടി പോവാണ്.
പായസമൊക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം വെറുതെ ഇരുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ അംഗനവാടിയുടെ ഉള്ളിലൊക്കെ വീഡിയോ എടുക്കുന്നു. അപ്പം ടീച്ചർ പറയായിരുന്നു ഇപ്പോഴല്ല വീഡിയോ എടുക്കേണ്ടതൊക്കെ സെറ്റ് ആവട്ടെ എന്നിട്ട് എടുക്കുക, അപ്പോഴാണ് ഭംഗി ഉണ്ടാവുമെന്നൊക്കെ പറയായിരുന്നു. അങ്ങനെ ഇതേ നമ്മുടെ ഒരു സ്വാതന്ത്ര്യദിനം കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വർഷം ഇതിലും കൂടുതൽ ആഘോഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഇതേ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെത്തി എനിക്കാണെങ്കിൽ വയ്യ കേട്ടോ, ചുമയുണ്ട്, പനിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ജലദോഷമുണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ലച്ചുമോൾ ഇതേ ഭയങ്കര ഹാപ്പിയാണ്, തിരിച്ച് വന്നല്ലോ അതുകൊണ്ടുള്ള ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.